സാമ്പത്തിക ബുദ്ധിമുട്ട് നിലച്ചിരിക്കാതെ ആർക്കും നേരിടാം. അത്തരമൊരു സാഹചര്യം സംജാതമായാൽ പലവിധ മാർഗ്ഗങ്ങൾ തേടുന്നതിനിടെ ഇൻഷുറൻസ് പോളിസികൾ അവസാനിപ്പിച്ച് പണമെടുക്കാൻ ശ്രമിക്കുന്നവരും ഏറെയാണ്. എന്നാൽ അത്തരം നീക്കങ്ങൾക്ക് ചില പ്രത്യാഘാതങ്ങൾ മറുവശത്തുണ്ട്. ഇൻഷുറൻസ് നിർത്തുന്നതോടെ പരിരക്ഷ അവസാനിക്കുമെന്ന് ഓർക്കാതെ പോകുന്നു. അതേപോലെ പരമ്പരാഗത ഇൻഷുറൻസ് പോളിസികളും കാലാവധി പൂർത്തിയാകുന്നതുവരെ പണം പിൻവലിക്കാൻ പോളിസി ഉടമകളെ അനുവദിക്കാറില്ല. അപ്പോൾ ഇൻഷുറൻസ് അവസാനിപ്പിക്കാൻ പ്രേരണയേകുന്ന ഘടകവുമാകുന്നു. ഇത്തരത്തിൽ താൽക്കാലിക സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പോളിസിയിൽ വായ്പ എടുക്കാൻ ശ്രമിക്കുന്നത് മികച്ചൊരു മാർഗ്ഗമായിരിക്കും. ഇതിലൂടെ അടിയന്തരമായി ആവശ്യമായ പണം സംഘടിപ്പിക്കുന്നതിനും ഇൻഷുറൻസ് പോളിസിയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിരക്ഷ നഷ്ടമാകാതിരിക്കുന്നതിനും വഴിയൊരുങ്ങുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം അർഹതാ മാനദണ്ഡങ്ങൾ. എൻഡോവ്മെൻറ്റ്, മണി ബാക്ക്, അജീവനാന്ത ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ അഥവാ ഹോൾ ലൈഫ് പ്ലാൻസ് തുടങ്ങിയവ പോലുള്ള പരമ്പരാഗത ഇൻഷുറൻസ് പോളിസികളുടെ ഉടമയ്ക്ക് വായ്പ എടുക്കാനാകും. അതേസമയം ടേം ഇൻഷുറൻസ് പോളിസിയിൽ വായ്പ ആനുകൂല്യം ലഭ്യമല്ല. സർക്കാർ തല നിയന്ത്രണമുള്ളതിനാൽ യൂലിപ്പ് പോളിസികളിലും വായ്പ എടുക്കാനാകില്ല. അതായത് സേവിങ്സ് കമ്പോണൻസ് ഉള്ള അല്ലെങ്കിൽ സറണ്ടർ മൂല്യമുള്ള പോളിസികൾ ഈടുവെച്ച് വായ്പ നേടാനാകുമെന്ന് സാരം. പൊതുവിൽ 3 വർഷത്തെ പ്രീമിയം അടവിന് ശേഷമാണ് സറണ്ടർ മൂല്യം നിശ്ചയിക്കാറുള്ളത്. എത്ര തുക വരെ വായ്പ കിട്ടും? അർഹതയുള്ള ഇൻഷുറൻസ് പോളിസിയുടെ നിലവിലെ സറണ്ടർ മൂല്യത്തിന് 80 മുതൽ 90% വരെ വായ്പ അനുവദിക്കുന്നതാണ്. അതേസമയം ചില ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ചുരുങ്ങിയത് 2 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് മാത്രമേ വായ്പ അനുവദിക്കാറുള്ളൂ. പലിശ നിരക്കും തിരിച്ചടവ് നിബന്ധനകളും. മുഖ്യതര വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന മത്സരാധിഷ്ഠിത നിരക്കിലുള്ള പലിശയാണ് പോളിസിയിന്മേലുള്ള വായ്പയിൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ഈടാക്കുന്നത്. പൊതുവെ 8 മുതൽ 10% വരെയാണ് പോളിസിയിന്മേലുള്ള വായ്പകളിൽ നിന്ന് പലിശയായി ഈടാക്കാറുള്ളത്. മറ്റുള്ള ആസ്തികളൊന്നും ഈടായി നൽകേണ്ടി വരുന്നുമില്ല. അതേസമയം വായ്പയുടെ തിരിച്ചടവ് സംബന്ധിച്ച നിബന്ധനകൾ ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്തമാണെന്നും ഓർക്കുക. തവണകളായോ ഒറ്റത്തവണയോ ഒക്കെ വായ്പ തിരിച്ചടയ്ക്കാനാകും. അതേസമയം പോളിസിയുടെ മെച്യൂരിറ്റി കാലാവധിക്കുള്ളിൽ തന്നെ വായ്പ തുക തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ഏതെങ്കിലും വിധത്തിൽ വായ്പ കുടിശ്ശികയാക്കിയാൽ സറണ്ടർ മൂല്യത്തിൽ നിന്ന് കുടിശ്ശിക തുക തട്ടിക്കിഴിക്കുന്നതായിരിക്കും. അതേപോലെ കുടിശ്ശിക കാരണം വായ്പ തുക സറണ്ടർ മൂല്യത്തേക്കാൾ അധികരിച്ചാൽ ഇൻഷുറൻസ് പോളിസി റദ്ദാക്കപ്പെടുകയും ചെയ്യും. സാധാരണഗതിയിൽ സറണ്ടർ മൂല്യത്തിന് 80-90% വരെ വായ്പ അനുവദിക്കുകയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിലുള്ള സാധ്യത അപൂർവമായിരിക്കും. എന്താണ് നേട്ടം? സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇൻഷുറൻസ് പോളിസി അവസാനിപ്പിച്ച് പണം തിരികെ എടുക്കുമ്പോൾ അതുവരെ നിക്ഷേപിച്ച മൊത്തം തുകയിൽ നിന്നും താഴെയുള്ളൊരു തുകയായിരിക്കും സറണ്ടർ ചെയ്ത് കിട്ടുക. അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ സറണ്ടർ മൂല്യത്തിന് 90% വരുന്ന തുക വായ്പയെ നേടിയാൽ പോളിസി കാലാവധിയിൽ തുടർന്നും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനാകുമെന്നാണ് മുഖ്യ നേട്ടം. രേഖകൾ കൃത്യമാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അപേക്ഷയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വായ്പ തുക അനുവദിക്കുകയും ചെയ്യും. അതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹാരം കാണാനും സാധിക്കുന്നു. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം നൽകിയതാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശമല്ല. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിശ്ചയിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ETM ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.